श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। നമസ്തേ, എല്ലാവർക്കും ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതമെന്ന രാമായണ പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് സുന്ദരകാന്ഡത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. രാമായണത്തിൽ 6 കാണ്ഡങ്ങളുണ്ട്. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. ഈ ഓരോ കാണ്ഡങ്ങളെയും നമ്മൾ പരിശോധിച്ചാൽ അവയ്ക്ക് അനുയോജ്യമായ കഥകൾക്ക് അനുയോജ്യമായ കാണ്ഡങ്ങളാണ്. ഉദാഹരണം, ബാലകാന്ഡം ശ്രീരാമാദികളുടെ കുട്ടിക്കാലം. രണ്ടാമത്തെ കാണ്ഡമായ അയോധ്യാകാന്ഡം 12 കൊല്ലവും 40 ദിവസവും അയോധ്യയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ ആരണ്യകാന്ഡം 13 വർഷം കാട്ടിൽ നടക്കുന്നത്, ആരണ്യത്തിൽ നടക്കുന്നതുകൊണ്ട് ആരണ്യകാന്ഡം. നാലാമത്തെ കിഷ്കിന്ധാകാന്ഡം കിഷ്കിന്ധ എന്ന രാജ്യത്ത് സുഗ്രീവാദികളുടെ കൂടെയുള്ള 8 മാസത്തെ സംഭവങ്ങളാണ്. അഞ്ചാമത്തെ സുന്ദരകാന്ഡത്തിൽ അങ്ങനെ ഒരു കഥാസന്ദർഭത്തിൻ്റെ സ്ഥലപ്പേരോ ഒന്നും കാണുന്നില്ല. ആറാമത്തെ യുദ്ധകാന്ഡം യുദ്ധത്തിൻ്റെ കാര്യങ്ങളാണ്. പക്ഷേ ഇത് എന്തുകൊണ്ട് ഈ കാണ്ഡത്തിന് സുന്ദരകാന്ഡം എന്ന് പേര് വന്നു? വളരെ ചിന്തിക്കേണ്ട പഠിക്കേണ്ട കാര്യമാണ്. രാമായണത്തിലെ അതിൽ നിരൂപകന്മാരും പഠിക്കുന്ന പണ്ഡിതന്മാരൊക്കെ പറയുന്നത് രാമായണത്തിൽ ഏറ്റവും സുന്ദരമായ കാണ്ഡം സുന്ദരകാന്ഡമാണ്. അതുകൊണ്ടായിരിക്കാം സുന്ദരകാന്ഡം എന്ന് പേര് വന്നത്. ചിലർ പറയുന്നു നിഷ്കാമ കർമ്മത്തിൻ്റെ സൗന്ദര്യം. സുന്ദരകാന്ഡത്തിലെ നായകൻ ഹനുമാനാണല്ലോ. നിഷ്കാമ കർമ്മം, ഒരു കാര്യവും ആഗ്രഹിക്കാതെ ഒരു ധീരൻ 1.5 ദിവസത്തെ കഥയാണ് സുന്ദരകാന്ഡത്തിൽ. അദ്ദേഹം ചെയ്ത ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളുടെ കർമ്മങ്ങളുടെ സൗന്ദര്യം കൊണ്ടാണ് ആ കാണ്ഡത്തിന് സുന്ദരകാന്ഡം എന്ന് പേര് വന്നതെന്ന് പറയുന്നു. അതിന് ആധ്യാത്മികമായിട്ട് വളരെ പ്രത്യേകതയുണ്ട് ഈ കാണ്ഡത്തിന്. അതിൻ്റെ ഒരു കാര്യം, സുന്ദരകാന്ഡം വായിച്ചാൽ സമ്പൂർണ്ണ രാമായണത്തിൻ്റെ ഫലസിദ്ധി ഉണ്ടാകുമെന്ന് പറയുന്നു. ചിലർ തമാശ രൂപത്തിൽ പറയാറുണ്ടല്ലോ, സുന്ദരകാന്ഡം വായിച്ചു പോയി. എളുപ്പമല്ല സുന്ദരകാന്ഡം വായിക്കാൻ. അക്ഷരങ്ങൾ, വാക്കുകൾ, പദങ്ങൾ അത്രയും പെറുക്കി ഉപയോഗിച്ച ഒരു കാവ്യ കുസുമം എന്ന് വേണമെങ്കിൽ സുന്ദരകാന്ഡത്തെ പറയാം. സുന്ദരകാന്ഡം വായിക്കുമ്പോൾ ഒരാൾക്ക് ദീർഘപ്രാണായാമത്തിൻ്റെ ഫലസിദ്ധി ഉണ്ടാവും. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ആരാണെന്ന് ചോദിച്ചാലോ ഉത്തരം ആമയാണ്. ആമ ശ്വസിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആമ വളരെ നേരം, ചിലപ്പോൾ മണിക്കൂറുകളോളം ശ്വാസമെടുത്ത് വെള്ളത്തിനടി കഴിയും. 300 കൊല്ലമാണ് ആമയുടെ ആയുസ്. ഏറ്റവും വേഗത്തിൽ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൃഗമാണ് നായ. 14 കൊല്ലം മാത്രമേ നായക്ക് ആയുസുള്ളൂ. നായ കതക്കം പോലെ എന്നൊരു ചൊല്ലുണ്ടല്ലോ, ശ്വസിച്ച്. അപ്പോൾ ശ്വാസം പിടിച്ചു നിൽക്കുന്നത് ആയുർദൈർഘ്യത്തിന് നല്ലതാണെന്ന് നമ്മുടെ ആചാര്യന്മാർ കണ്ടിരുന്നു. അതിൽ നിന്നുണ്ടായതാണ് യോഗ, പ്രാണായാമം ഒക്കെ. ഒരു കാവ്യം വായിക്കുമ്പോൾ പ്രാണായാമം കിട്ടുമോ? ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ ദീർഘപ്രാണായാമത്തിൻ്റെ ഫലമുണ്ടാകുമോ? ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് സുന്ദരകാന്ഡം. ശങ്കരാചാര്യർ സൗന്ദര്യലഹരി എഴുതിയത് ശിഖരണി വൃത്തത്തിലാണ്. ശിഖരണി. എഴുത്തച്ഛൻ സുന്ദരകാന്ഡം എഴുതിയത് കളകാഞ്ചി വൃത്തത്തിലാണ്. രണ്ടും, ഈ സൗന്ദര്യലഹരിയും സുന്ദരകാന്ഡവും 2 വരി വായിച്ചാൽ മാത്രമേ ശ്വാസം എടുക്കാൻ കഴിയൂ. നമ്മൾ സുന്ദരകാന്ഡം വായിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം. അതിനിടയിൽ ശ്വാസം കഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മളറിയാതെ നമ്മുടെ ശ്വസനക്രിയയെ പിടിച്ചു വെക്കുന്ന ഒരു അത്ഭുതകരമായ മെക്കാനിസം എഴുത്തച്ഛൻ സുന്ദരകാന്ഡ രചനയ്ക്ക് വിനിയോഗിച്ചിട്ടുണ്ട്. ശരാശരി മനുഷ്യൻ 1 മിനിറ്റിൽ 15 തവണ ശ്വാസോച്ഛ്വാസം ചെയ്യും. എന്നാൽ സുന്ദരകാന്ഡം വായിക്കുമ്പോൾ
6 പ്രാവശ്യമേ ശ്വസനം നടക്കുന്നുള്ളൂ എന്ന് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ശ്വസനത്തെ പിടിച്ചു നിർത്തുകയാണല്ലോ പ്രാണായാമം. ഇത് അരമണിക്കൂർ, സുന്ദരകാന്ഡം വായിക്കേണ്ട അരമണിക്കൂർ ഏതാണ്ട് നമ്മൾ സമയം പ്രയോഗിച്ചാൽ ദീർഘ പ്രാണായാമത്തിന് സമമാവും. ആ സമയത്ത് ചിത്തവൃത്തി നിരോധമുണ്ടാവും. ആധ്യാത്മികത മുന്നോട്ട് വെക്കുന്ന കാര്യം ചിത്തവൃത്തി, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഈ ലോകത്തെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. സുന്ദരകാന്ഡത്തിലെ പകുതിയിലധികം വാക്കുകളും സംസ്കൃത പദങ്ങളാണ്. നല്ല സ്ഫുടത കിട്ടും. സഹസ്രനാമമൊക്കെ, ലളിതാ സഹസ്രനാമമൊക്കെ വായിക്കുന്നത് പോലെ ആശയപദങ്ങൾ ഒഴുകി വരും. വാക്കുകൾക്ക് സൗന്ദര്യം കൂടും. അറിയാതെ കപാലഭാതി എന്ന ഒരു പ്രാണായാമം സംഭവിക്കും. ശരീരത്തിലുണ്ടാകുന്ന അറിയാതെ സംഭവിക്കുന്ന ഒരു പ്രാണായാമത്തിൻ്റെ പേരാണ് കപാലഭാതി. സുന്ദരകാന്ഡം ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ സഹസ്രനാമങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സൈക്കിക് കേന്ദ്രങ്ങൾ ഉണരും. ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ചില സ്പോട്ടുകൾ ഉണരുകയും ശരീരം ഊർജ്ജസ്വലമാവുകയും ഓറ എന്ന ചൈതന്യം അവർക്ക് വർദ്ധിക്കുകയും ചെയ്യും. ഇപ്പോൾ 733 ശ്ലോകം എത്തുമ്പോഴേക്കും ഓർക്കടോ മാരുതേ പുത്രദൃശ്യോദയം, ആ ഭാഗത്തുമ്പോഴേക്കും നമ്മൾ സുന്ദരകാന്ഡത്തിൻ്റെ ഒടുവിലെത്തുമ്പോഴേക്കും നമ്മളെ കണ്ണൊക്കെ നിറഞ്ഞ് ഒരു സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന നാരായണീയത്തിൻ്റെ ഉന്നതമായ തലത്തിൽ നമ്മളെത്തും. അതിനെ പ്രജ്ഞാസമാധി എന്ന് വേണം പറയാം. അത് ഈശ്വര ദർശനത്തിന് ഉപകരിക്കും. ഒരാൾക്ക് ഈശ്വരനെ എങ്ങനെ കാണാൻ കഴിയും, അതിൻ്റെ റൂട്ട് എങ്ങനെയാണെന്ന് ആചാര്യന്മാർ പറഞ്ഞത് കുറച്ച് കഠിനമാണ്, എളുപ്പമല്ല. ഒരാൾ 3 മാസം ഫലമൂലങ്ങൾ കഴിച്ച് അതിനുശേഷം വരുന്ന 3 മാസം ഇലകൾ മാത്രം കഴിച്ച് അതിനുശേഷം വരുന്ന 3 മാസം കൊഴിഞ്ഞ ഇലകൾ മാത്രം കഴിച്ച് അതിനുശേഷം വരുന്ന 3 മാസം വെള്ളം മാത്രം കഴിച്ച് അതിനുശേഷം വരുന്ന 3 മാസം വായു മാത്രം കഴിച്ച് ശ്വസിച്ച് ഒടുവിൽ ആ വായുവും ഉപേക്ഷിക്കുന്ന ഘട്ടത്തിലാണ് ഈശ്വര സാക്ഷാത്കാരമുണ്ടാവുക. ഈശ്വരൻ അങ്ങനെ എളുപ്പത്തിൽ വേഗം അങ്ങനെ കാണാൻ പറ്റുന്നതല്ല, ഒരു സാക്ഷാത്കാരമാണ്, അതിനുള്ള വഴിയാണ്. അത്രയും കഠിനമായി ശരീരമനാദികളെ ഒരുക്കി തയ്യാറെടുത്ത് നിർത്തണം. സുന്ദരകാന്ഡത്തിന് അതിലേക്കുള്ള വഴി തുറക്കാൻ കഴിയും എന്ന് പറയുന്നു. ആ നിഷ്കാമ കർമ്മത്തിൻ്റെ സൗന്ദര്യമായ ആഞ്ജനേയ സ്വാമിയുടെ ബുദ്ധി, ബലം, യശസ്, ധൈര്യം, നിർഭയത്വം, അരോഗത, അജാഢ്യം, വാക്പടുത്തമുള്ള അഷ്ടൈശ്വര്യസിദ്ധിയുള്ള ഹനുമാൻ്റെ കർമ്മങ്ങളെ ഈ വായന കൊണ്ട് സമ്പൂർണമായി കിട്ടുന്ന രാമായണ പാരായണ ഫലസിദ്ധി ഉണ്ടാകും. സുന്ദരകാന്ഡത്തിൻ്റെ ഭംഗി, കാവ്യഭംഗി, അർത്ഥഭംഗി, ചമൽക്കാര ഭംഗി, വ്യാകരണ ഭംഗി, ഏറ്റവും ശബ്ദസൗന്ദര്യം, അതിൻ്റെ ഗുണസൗന്ദര്യം, അതിലെ അലങ്കാര സൗന്ദര്യം, വിഭുതപതിയോട് നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിക്കുവാൻ അഹമിഹമാതിയാൽ പാവകജ്വാലിയൽ ജ്വാലകൾ അമ്പരത്തോള ഉയർന്നു തഥാ. വിഭുതപതിയോട് നിശിചരാലയം വെന്ത വൃത്താന്തമെല്ലാം അറിയിച്ചിടുവാൻ അഹമിഹം ആധിയാൽ പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു, ആകാശത്തോളം ഉയർന്ന പാവകജ്വാലകൾ. വിഭുതപതിയോട്, ഇന്ദ്രനോട് ലങ്ക കരിഞ്ഞ കത്തിയ വാർത്ത പറയാൻ അഗ്നിജ്വാലകൾ ഞാൻ മുമ്പേ എന്ന മട്ടിൽ മേലോട്ട് ഉയർന്നത് വർണ്ണിക്കുമ്പോഴുള്ള ആ ഉപമാ സൗന്ദര്യം എത്ര മനോഹരമാണ്. അപ്പോൾ ഏതൊരാൾക്കും സുന്ദരകാന്ഡത്തിൻ്റെ വായനയോടെ പരമപദം നേടാമെന്ന് ആചാര്യ ഭഗവത്പാദർ കാണിച്ചു തരികയാണ്. സുന്ദരകാന്ഡത്തിലൂടെയും നമുക്ക് കടന്നുപോയി അടുത്ത ഒടുവിലത്തെ യുദ്ധകാന്ഡത്തിലേക്കും പ്രവേശിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
श्रीराम राम राम श्रीरामभद्र जय श्रीराम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय।